ഈ പ്രപഞ്ചവുമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കാൻ 4 വഴികളുണ്ട്. 1. എല്ലാ ദിവസവും പ്രാർത്ഥനയും മെഡിറ്റേഷനും ശീലമാക്കുക. 2. കൃതജ്ഞത പ്രകടിപ്പിക്കുക. 3. ഉറങ്ങുന്നതിന് മുൻപ് ഉപബോധ മനസ്സിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുവാൻ ശ്രമിക്കുക. 4. നമ്മുടെ ഉള്ളിൽ നിന്ന് ചില നേരങ്ങളിൽ ഓരോ തോന്നലുണ്ടാകാറുണ്ട്. അത് ഒരിക്കലും ഭയത്തിൽ നിന്നോ പുറത്തു നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെയോ ഫലമായിട്ടായിരിക്കില്ല. നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചില ചിന്തകളുണ്ടല്ലോ, അത് നമ്മുടെ സംശയങ്ങൾക്ക് ഈ പ്രപഞ്ചം നൽകുന്ന ഉത്തരങ്ങളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളുടെ രൂപത്തിലായിരിക്കും നമ്മളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംഭാഷണം നമ്മൾ കേൾക്കാനിടയാകുമ്പോൾ, അതായത് ഓവർ ഹിയർ ചെയ്യുമ്പോൾ എന്ന് പറയും. നമ്മൾക്ക് പരിചയമുള്ള ആളുകൾ പോലും ആയിരിക്കില്ല, നമ്മൾക്ക് അവരുടെ സംഭാഷണത്തിൽ യാതൊരു റോളും ഇല്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ്. അതിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഉത്തരം ആ സംഭാഷണത്തിൽ നിന്ന് ലഭിക്കാൻ ഇടവരാം. പ്രാർത്ഥനയും മെഡിറ്റേഷനും യൂണിവേഴ്സുമായിട്ടുള്ള ഒരു 2 വേ കമ്മ്യൂണിക്കേഷനായിട്ട് കരുതാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രാർത്ഥനയിൽ നമ്മൾക്ക് വേണ്ടത് എന്താണോ അത് നമ്മൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്നു. ധ്യാനത്തിൽ അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ പ്രപഞ്ചം നമ്മൾക്ക് ഇങ്ങോട്ട് ഉത്തരം തരുന്നു. ധ്യാനം ശീലമാക്കിയവർക്ക് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പം നടന്നു കിട്ടാറുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതാണ് കൃതജ്ഞത പ്രകടിപ്പിക്കുക. എത്ര ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറയുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, അത് സമൃദ്ധിയായി നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. ഒരിക്കലും ഈ പറയുന്നത് സമ്പത്തിനെക്കുറിച്ചല്ല, ആ പറയുന്നത് കൃതജ്ഞതയെക്കുറിച്ചാണ്. അതായത് ആർക്കാണോ നന്ദിയുള്ളത് അവർക്ക് സമൃദ്ധമായി അനുഗ്രഹങ്ങൾ നൽകപ്പെടും, നന്ദിയില്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. നിങ്ങൾ ആരാണോ, എവിടെയാണോ, നിലവിലെ സ്ഥിതി എന്താണോ, അതൊന്നും പ്രശ്നമല്ല. എല്ലാ ദിവസവും ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്നത് ശീലമാക്കുക. നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായിട്ട് മാറുന്നത് കാണാം. നമ്മൾ എന്ത് വികാരം പ്രകടിപ്പിക്കുന്നുവോ അതിന് തുല്യമായ അനുഭവങ്ങളായിരിക്കും പ്രപഞ്ചം തിരിച്ച് നമ്മളിലേക്ക് തരുന്നത്. അപ്പോൾ സന്തോഷത്തോടെ കൃതജ്ഞത പറയുമ്പോൾ അത്തരം കൂടുതൽ അനുഭവങ്ങൾ, അതായത് കൂടുതൽ കൃതജ്ഞത പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങൾ പ്രപഞ്ചം നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഉപബോധ മനസ്സുമായി സംവദിക്കാനുള്ള മാർഗങ്ങൾ, അതാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നതായിട്ട് മനസ്സിൽ കാണുക, അത്രയും യാഥാർത്ഥ്യത്തോടെ മനസ്സിൽ കാണുക. അല്ലെങ്കിൽ വേറൊരു മെത്തേഡാണ് ആഗ്രഹങ്ങൾ എഴുതുക അഥവാ ജേർണലിംഗ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും.